എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിനി ഏത് കിങ്ഡം ആണ് പഠിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു കിങ്ഡം നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് മൊണീറയും പ്രോട്ടിസ്റ്റയും അതുപോലെ തന്നെ ഫംഗയാണ് പഠിക്കാനുള്ളത്. കിങ്ഡം പ്ലാന്റ് അനിമേലി നമ്മൾ ഇനി വരാനിരിക്കുന്ന ചാപ്റ്റേഴ്സിലായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം കിങ്ഡം മൊണീറയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഒരു ബാക്ടീരിയയുടെ കിങ്ഡം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കിങ്ഡമാണ്. അവരുടെ ഏറ്റവും കൂടുതൽ കിങ്ഡം മൊണീറയിൽ കാണപ്പെടുന്ന സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയാസ് ആണ്. സോ ആസ് യു ക്യാൻ സീ ഹിയർ, ഈ ഒരു ചിത്രത്തിൽ കണ്ടോ, ഞാൻ ഇവിടെ ബാക്ടീരിയാസിനെയാണ് കൊടുത്തിട്ടുള്ളത്. കിങ്ഡം മൊണീറ അറിയപ്പെടുന്നത് തന്നെ ബാക്ടീരിയയുടെ കിങ്ഡം ആണ്. മൊണീറയുടെ നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ പഠിച്ച് ഓർക്കുന്നില്ലേ? സെൽ സ്ട്രക്ചർ, സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. സോ ദേ ആർ പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസം. എല്ലാ പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസവും കിങ്ഡം മൊണീറയിൽ വരുന്നതാണ്. ഓക്കെ, സോ മൂവിങ് ടു ദ ടോപ്പിക്. സോ ആസ് യു ക്യാൻ സീ ഹിയർ, ഇതാ അവിടെ നോക്കിക്കേ, ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണീറ. ബാക്ടീരിയ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണീറ. ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ആണ് ഈ കിങ്ഡം മൊണീറയിൽ കാണുന്നത്. ബാക്ടീരിയ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല, മൈക്രോസ്കോപ്പിക് ആണല്ലേ. കിങ്ഡം മൊണീറയിലെ എല്ലാ ഓർഗാനിസവും മൈക്രോസ്കോപ്പിക് ആണ്. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് ദേ ആർ പ്രൊക്കാരിയോട്സ്. അവർ പ്രൊക്കാരിയോട്സ് ആണ്. ഹെൻസ് ദേ ഡസൻറ്റ് ഹാവ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. പിന്നെ അവരുടെ സെൽ വോൾ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? നോൺ സെല്ലുലോസിക് ആയിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് അത് പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം. ആൻഡ് ആ ടേബിൾ ഓർക്കുന്നില്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ആദ്യത്തെ ആ ടേബിൾ നോക്കി നല്ല ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഓരോ കിങ്ഡത്തിനെ പറ്റി ഈ കിങ്ഡത്തിലെ ഓരോ മെമ്പേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. ഓക്കെ, so bacteria are the sole members of kingdom Monera and they are most abundant microorganisms. What is a microorganism? എന്താണ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? മൈക്രോ ഓർഗാനിസവും ഉണ്ട്, മാക്രോ ഓർഗാനിസവും ഉണ്ട്. ചിലർക്കെങ്കിലും അറിയായിരിക്കും വാട്ട് ഈസ് എ മൈക്രോ ആൻഡ് വാട്ട് ഈസ് മാക്രോ ഓർഗാനിസംസ്. Microorganisms are the small organisms that we cannot see with our naked eyes, and microorganisms are relatively large-sized organisms that we can see with our naked eyes. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്യാവശ്യം വലുപ്പമുള്ള ആൾക്കാരെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. Suppose a mosquito is a microorganism, an ant is a microorganism, humans are microorganisms, elephants are microorganisms. I'm sorry, macro ആണ് എന്ന് പറയുന്ന macro organisms. And so what is a microorganism? ഞാൻ നേരത്തെ മൈക്രോ എന്നാണോ പറഞ്ഞത്? So humans are macroorganisms, mosquitoes are macroorganisms, large elephants are microorganisms. ഇവരൊക്കെ മാക്രോ ആണ്. മാക്രോ വലുത് എന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും. ആൻഡ് മൈക്രോ, what is a micro organism? വളരെ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്ത ആൾക്കാരെയാണ് മൈക്രോ. നമ്മൾ മൈക്രോസ്കോപ്പ് ഓക്കെ, നിങ്ങൾ ചിലരെങ്കിലും മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ വാട്ട് ഇസ് എ മൈക്രോസ്കോപ്പ്? നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് മൈക്രോസ്കോപ്പ്. മൈക്രോ മീൻസ് സ്മോൾ സൈസ്ഡ് സബ്സ്റ്റൻസസ്. ഈ മൈക്രോ ഓർഗാനിസത്തിൽ അപ്പം ബാക്ടീരിയ മൈക്രോ ആണോ മാക്രോ ആണോ? ബാക്ടീരിയ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. സോ ദേ ആർ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദേ ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് മൈക്രോ ഓർഗാനിസംസ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. നമ്മുടെ കിങ്ഡം മൊണീറയിൽ വരുന്ന ബാക്ടീരിയാസ്. സപ്പോസ് മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉറുമ്പിനെ കാണാൻ പറ്റും? അല്ലെങ്കിൽ ഇത്ര വലിയ വലിയ ജീവികളെ, എത്ര പൂച്ചകളെ കാണാൻ പറ്റും? എത്ര നായകളെ കാണാൻ പറ്റും? അപ്പോൾ എത്ര ഡോഗ്സ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ എണ്ണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലിമിറ്റഡ് ആയിരിക്കും. നമുക്കൊന്നെങ്കിൽ വിരലിൽ എണ്ണാവുന്ന അത്ര. ഉറുമ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എണ്ണം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ മണ്ണിലുള്ള, നിങ്ങളുടെ മുറ്റത്തുള്ള, ഈവൻ നിങ്ങളുടെ ഹാൻഡ്സിൽ, ഈ ഒരു ബെയർ ഹാൻഡിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, മൈക്രോസ്കോപ്പൊക്കെ വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര
കോടിക്കണക്കിന് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. ഈ ഒരു എയറിൽ തന്നെ ബാക്ടീരിയാസ് ഉണ്ടാവും, ഇഷ്ടം പോലെ ബാക്ടീരിയാസ് ഉണ്ടാവും. സോ ദേ ആർ മോസ്റ്റ് അബണ്ടൻറ്റ്. അതിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, ഒരു സംശയവും ഇല്ല, ഇല്ലല്ലോ. മൈക്രോ ഓർഗാനിസംസ്, ഈ ബാക്ടീരിയാസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ബാക്ടീരിയ ഒക്കർ ഓൾമോസ്റ്റ് എവ്രിവെയർ. ബാക്ടീരിയ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കാണും. ഈ ടേബിളിൻ്റെ മുകളിലുണ്ടാവും, ഈവൻ ഈ പെന്നിൻ്റെ മുകളിലുണ്ടാവും, ആൻഡ് നമ്മുടെ ബുക്സിൻ്റെ മുകളിലുണ്ടാവും, നമ്മുടെ ഫോൺ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും, നമ്മുടെ ഈ ശ്വസിക്കുന്ന എയറിലുണ്ടാവും, ആൻഡ് നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്ന വാട്ടറിൽ വരെ ചിലപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും, ബാക്ടീരിയാസ് ഉണ്ടാവും. ഇതൊക്കത്തിനും പുറമെ നമ്മൾ ഈ നോർമൽ കണ്ടീഷനാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. പക്ഷേ നോർമൽ അല്ലാത്ത എക്സ്ട്രീം എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ പോലും നമുക്ക് മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹിമാലയത്ത് പോയി എന്ന് വിചാരിക്കുക. വലിയ മഞ്ഞൊക്കെ കൂടി നിൽക്കുന്ന നല്ല ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയി എന്ന് വിചാരിക്കുക. എവറസ്റ്റിൽ ആ ഐസിൽ നമ്മൾ മനുഷ്യന്മാർക്ക് എത്ര നേരം നമുക്ക് അങ്ങനെ ബെയറായിട്ട് നമുക്ക് അധികം വലിയ ജാക്കറ്റോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതെ നിൽക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നമ്മളൊക്കെ ഐസായി പോവും, നമ്മളൊക്കെ കല്ല് പോലെ ആയിപ്പോവും. പക്ഷേ ആ ഐസിൽ പോലും നമുക്ക് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിറ്റിയിലേക്ക് പോവാം. നമുക്ക് ഹോട്ട് സ്പ്രിങ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോട്ട് സ്പ്രിങ്, ഈ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്ന്, ഭൂമിക്ക് അടിയിൽ നിന്ന് മറ്റേ നമ്മളെ തിളച്ച വെള്ളം വരുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, ഒരു ഫെനോമെന. അതിനെയാണ് നമ്മൾ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. നല്ല തിളച്ച് മറിയുന്ന വെള്ളം ഇങ്ങനെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരിക, നല്ല ചൂടുള്ള കുളം പോലത്തെ സ്ഥലങ്ങൾ. സോ അവിടെ വരെ, ആ ഹോട്ട് സ്പ്രിങ്സിൽ വരെ നമുക്ക് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. ഈവൻ വോൾക്കാനോയിൽ വരെ നമുക്ക് ബാക്ടീരിയനെ കാണാൻ പറ്റും എന്നാണ് പറയുക. അപ്പോൾ എക്സ്ട്രീം കണ്ടീഷനിൽ, അപ്പോൾ നമ്മൾ ഈ പറയുന്നതിന് ഒരു തെറ്റില്ലല്ലോ. ബാക്ടീരിയ ഒക്കെ ഓൾമോസ്റ്റ് എവ്രിവെയർ, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ബാക്ടീരിയാസിനെ നമുക്ക് കാണാൻ പറ്റും. They also live in extreme habitats such as hot springs. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എക്സ്ട്രീം habitats such as hot springs, ഡെസേർട്ട് മരുഭൂമിയിൽ വരെ കാണാൻ പറ്റും. വെള്ളമില്ല, വളരെ ഡ്രോട്ട് കണ്ടീഷൻ അനുഭവിക്കുന്ന ഒരു ഹാബിറ്ററ്റാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഈ ഡെസേർട്ടിലും നമുക്ക് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. സ്നോ, മഞ്ഞിൽ കാണാൻ പറ്റും. ഡീപ്പ് ഓഷ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഡീപ്പ് ഓഷ്യൻ, ആഴക്കടലിൽ. ഡീപ്പ് ഓഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറവായിരിക്കും, ഫിഷസ് ഉണ്ടാവില്ല, ഈവൻ സൺലൈറ്റ് പോലും ഡീപ്പ് ഓഷ്യനിൽ എത്തില്ല. നമ്മളെ ഗ്രേറ്റ് മറിയാന ട്രഞ്ചൊക്കെ ഇല്ലേ, അത്രയും ആഴമുള്ള സമുദ്രത്തിൽ, അവിടെ വരെ നമുക്ക് ബാക്ടീരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ എന്താ പറയുക, എക്സ്ട്രീം പ്രഷറായിരിക്കും ഈ ഡീപ്പ് ഓഷ്യനിലൊക്കെ ഉണ്ടാവുക. ഈ മുകളിലുള്ള മുകളിലുള്ള അത്രയും ലെയർ വെള്ളത്തിൻ്റെ കംപ്ലീറ്റ് പ്രഷറും ഈ താഴെയുള്ള വെള്ളത്തിനുണ്ടാവുമല്ലോ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രഷറിൽ അധികം ഓർഗാനിസംസ് ഒന്നും സർവൈവ് ചെയ്യില്ല. പക്ഷേ അവിടെയും കാണപ്പെടുന്ന കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. സോ ബാക്ടീരിയ എക്സ്ട്രീം ഹാബിറ്ററ്റ്സിലുണ്ട്, ഹോട്ട് സ്പ്രിങ്ങിലുണ്ട്, ഡെസേർട്ട്സിലുണ്ട്, സ്നോയിലുണ്ട്, ഡീപ്പ് ഓഷ്യനിലുണ്ട്. വെരി ഫ്യൂ അതർ ലൈഫ് ഫോംസ് ക്യാൻ സർവൈവ്. വളരെ കുറച്ച് ലൈഫ് ഫോംസിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന അത്രയും എക്സ്ട്രീം ഹാബിറ്ററ്റ്സ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഹോട്ട് സ്പ്രിങ്സ്, ഡെസേർട്ട്സ്, സ്നോ, ഡീപ്പ് ഓഷ്യൻസ്. ഓക്കെ, but very few other life forms can survive. In such conditions in such conditions also we can see the bacteria. Many of them live in on other organisms as parasites. In on other organisms as parasites. In or on other organisms as parasites. അതായത് ഇവരുടെ ഈ ചില ഓർഗാനിസംസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അവരുടെ പുറത്തോ പാരസൈറ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന പാരസൈറ്റായിട്ട് ജീവിക്കാനും ഈ ബാക്ടീരിയാസിന് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. പാരസൈറ്റ് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വോട്ട് ഇസ് എ പാരസൈറ്റ്? പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഫുഡിനെ ആശ്രയിക്കുക, അതിൻ്റെ ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൽ നിന്ന് തന്നെ അതെടുക്കുന്ന ഫുഡ് വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് പാരസൈറ്റിസം. പാരസൈറ്റ്സ്, ആ ഒരു ഓർഗാനിസംസ് ആണ് പാരസൈറ്റ്സ്. സോ മറ്റുള്ള ഓർഗാനിസത്തിൽ പാരസൈറ്റായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയ്ക്ക് കഴിയും. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മളെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, നമ്മളെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ
നമ്മളെ അപ്പൻഡിക്സ്, വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾ ചിലർ പഠിച്ചിട്ടുണ്ടാവും 8ാം ക്ലാസ്സിലൊക്കെ. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പം ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. സോ ദാറ്റ്സ് എ വെർമിഫോം അപ്പൻഡിക്സ്. അവിടെ നമുക്ക് ഒരുപാട് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ചില ഓർഗാനിസത്തിൽ നമ്മൾ മനുഷ്യൻ്റെ കേസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, പക്ഷെ മനുഷ്യന്മാർ മാത്രമല്ല, ആടിൻ്റെ അതുപോലെ ഡൈജസ്റ്റീവ് ട്രാക്കിലൊക്കെ നമുക്ക് ഒരുപാട് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. മെയിൻ ഡൈജഷന് വേണ്ടിയിട്ട് പോലും ഈ ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ബാക്ടീരിയ മനുഷ്യന്മാരുടെ ഉള്ളിൽ, ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ, ഇനിയിപ്പം ഓർഗാനിസത്തിൻ്റെ പുറത്തും ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. എക്സ്ട്രീം ഹാബിറ്ററ്റ്സിൽ കാണാൻ പറ്റും. ഇവർ മോസ്റ്റ് അബണ്ടൻറ്റ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ആൻഡ് ദേ ആർ ദ സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊനീറ. ഓക്കെ. ആൻഡ് ബാക്ടീരിയാസ് 4 കാറ്റഗറീസിലാണ് ഈ ബാക്ടീരിയ അടങ്ങുന്ന ഈ മൊനീറ എന്ന് പറയുന്ന കിങ്ഡം 4 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. ബാക്ടീരിയാസിനെ 4 മൊനീറ കിങ്ഡത്തിലുള്ള ബാക്ടീരിയാസിനെ 4 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സ്പിറിക്കൽ കോക്കസ് ഏതൊക്കെയാണ്? സ്പിറിക്കൽ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയം, സ്പൈറൽ ഷേപ്ഡ് സ്പിറില്ലം. ഇതിൽ സ്പിറിക്കൽ കോക്കസ് ഈ കോക്കസ് എന്ന് പറയുന്നതും ബാസിലസ് എന്ന് പറയുന്നതും വിബ്രിയം എന്ന് പറയുന്നതും സ്പിറില്ലം എന്ന് പറയുന്നതും ഒക്കെ അതിൻ്റെ ഷേപ്പിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു പേരുകളാണ്. സ്പിറിക്കൽ എന്നാണ് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ഒരു സ്ഫിയർ പോലെയുള്ള സ്പിറിക്കൽ എന്നല്ലേ പറയുക. പക്ഷേ ഈ ബാക്ടീരിയാസിൽ കോക്കസ് എന്നാണ് ആ സ്പിറിക്കൽ എന്നുള്ള വേർഡിന് പറയുന്നത്. കോക്കസ് റോഡ് ഷേപ്ഡ് ആണെങ്കിൽ ബാസിലസ് അതൊരു പേരാണ്, ഈ ഷേപ്പ് ഉള്ളതിന് കൊടുക്കുന്ന ഡിനോട്ട് ചെയ്യുന്ന ഒരു പേരാണ്. വിബ്രിയം കോമ ഷേപ്പ് ഉള്ളതിന്, സ്പിറില്ലം സ്പൈറൽ ഷേപ്പ് ഉള്ളതിന്. നോക്കിക്കേ, ഈ ഇതുപോലെയുള്ളതാണ് കോക്കസ് ബാക്ടീരിയാസ്. സ്പിറിക്കൽ കോക്കസ് സ്പിയർ പോലെയുള്ള. റോഡ് ഷേപ്പ് ഒരു റോഡ് പോലെ, ഒരു ദണ്ട് പോലെ, ഒരു വടി പോലെ, കുറച്ച് നീണ്ട് കുറച്ച് അത്യാവശ്യം വീതിയൊക്കെ ആയിട്ടുള്ളത് റോഡ് ഷേപ്ഡ് ബാസിലസ്. ഇവർക്ക് വേണമെങ്കിൽ ഫ്ലജല്ല ഉണ്ടാവാം. ഫ്ലജല്ല എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കോമ ഷേപ്ഡ്, കോമ ഇങ്ങനെയല്ല. കോമ ഇങ്ങനെ നമ്മൾ ഇടുക. കോമ പൊതുവെ എഴുതുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെയല്ലേ വരയ്ക്കുക. അത് കുറച്ചും കൂടി വലുതാക്കിയിട്ട്. ഇങ്ങനെ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് വലുതാക്കാം. വീതി കൂട്ടിയിട്ട് ചെറുതായിട്ട് അറ്റത്തേക്ക് ചെറിയൊരു വളവൊക്കെ എടുത്തിട്ട്. ഇതാണ് കോമ ഷേപ്ഡ് വിബ്രിയം. സ്പൈറൽ ഷേപ്ഡ് സ്പിറില്ലം. ഇത് സ്പൈറൽ ഷേപ്പ്, സ്പൈറലി കോയിൽഡ് ട്യൂബ് പോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്പൈറൽ ഷേപ്ഡ് സ്പിറില്ലം. ആൻഡ് ദീസ് ടേംസ്, ലുക്ക് അറ്റ് ദിസ് ടേംസ്, കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പിറില്ലം, ഇതൊക്കെ സിംഗുലാർ ഫോംസ് ആണ്. സിംഗുലർ. ഓക്കെ. ഇനി ഇതിൻ്റെ പ്ലൂറൽ ഉണ്ട്. സിംഗുലർ ഒരൊറ്റ ആൾക്കാരാണെങ്കിൽ നമ്മൾ കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പിറില്ലം എന്നൊക്കെ പറയും. പ്ലൂറൽ ആണെങ്കിൽ കോക്കൈ, ബാസിലസിലാണെങ്കിൽ ബാസിലൈ, ഐ ചേർക്കും. ആൻഡ് വിബ്രിയ അല്ല, വിബ്രിയോ. ആൻഡ് സ്പൈറൽ സ്പിറില്ല. ഇവിടെയാണ് സ്പിറില്ല വരുന്നത്. ഓക്കെ, സ്പിറില്ല ഒന്നും കാണുന്നില്ല നിങ്ങൾക്ക്. നമുക്ക് അപ്പുറത്തെ പേജിൽ എഴുതാം. ഓക്കെ. ഇവിടെ നോക്കിയേ, കോക്കൈ, ബാസിലൈ, സ്പിറില്ല, വിബ്രിയോ.
ഈ കോക്കൈ, ബാസിലൈ, സ്പിറില്ല, വിബ്രിയോ ഇതൊക്കെ പറയുന്നത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? ആ സിംഗുലറും പ്ലൂരലും നമുക്ക് ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? സിംഗുലർ, പ്ലൂരൽ. ഈ കോക്കൈ ഐ വന്നത് പ്ലൂരൽ ടേമാണ്, ബാസിലൈ പ്ലൂരലാണ്, സ്പിറില്ല പ്ലൂരലാണ്, വിബ്രിയോ പ്ലൂരലാണ്. ഇതിൻ്റെയൊക്കെ സിംഗുലർ ആണ് കോക്കസ്, ബാസിലസ്, സ്പിറില്ലം, വിബ്രിയം. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംഗുലർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പാട്ടിന് നമ്മൾ എന്താ പറയുക? വില്ലസ് എന്നല്ല. വില്ലൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂരൽ ഫോമും വില്ലസ് പറഞ്ഞാൽ സിംഗുലർ ഫോമും ആണല്ലോ. അതുപോലെ തന്നെയാണ് ഈ കോക്കൈ, കോക്കസ്. ഓക്കെ, ബാസിലൈ, ബാസിലസ്. ഇനി സ്റ്റോമ എന്ന് പറഞ്ഞാലാണ് സിംഗുലർ, സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെയൊക്കെ ഷേപ്പ് നോക്കിക്കേ. ഇതെന്താ? ഒരു സ്പിറിക്കൽ ഷേപ്പാണ് അല്ലേ? അതുകൊണ്ടാണ് ഇതിന് സ്പിറിക്കൽ കോക്കസ് എന്ന് പറയുന്നത്. ഇതോ ഒരു റോഡ് ഷേപ്ഡാണ്. ഇവിടെ ഒരു സ്പോറൊക്കെ ഉണ്ട്. ഇതാണ് റോഡ് ഷേപ്ഡ് ബാസിലസ്. ഇതാണ് സ്പൈറൽ ഷേപ്ഡ്. ഇത് കുറച്ചും കൂടി സ്പൈറൽ ഷേപ്പിലൊക്കെ കാണാം, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, സ്പൈറൽ ഷേപ്ഡ് ആണ്. ഇതോ കോമ ഷേപ്ഡ്, ചെറിയൊരു കോമ പോലെ. ആൻഡ് നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ ഇപ്പോൾ കാണാറില്ലേ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി? നമ്മളെ എക്സ്പെക്റ്റേഷനാണ് ഇതൊക്കെ. നമ്മൾ കോക്കസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ബാസിലസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, സ്പിറില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ, വിബ്രിയോ എന്ന് പറയുമ്പോൾ കോമ പോലെ എന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താലും നമ്മൾ ഒറിജിനലി ഈ ബാക്ടീരിയനെ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് റിയാലിറ്റി കാണിച്ചു തരണോ നിങ്ങൾക്ക്? ഇതാണ് എക്സ്പെക്റ്റേഷൻ. ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ, ഇതാണ് നമ്മുടെ റിയാലിറ്റി. എക്സ്പെക്റ്റേഷൻ ഇതൊക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ വെച്ച് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇതിൻ്റെ ചിത്രങ്ങളാണ്. ഇതുപോലെയായിരിക്കും ഒരു ബാക്ടീരിയ നമ്മളെ അതിൻ്റെ സൂം ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ഇതുപോലെയായിരിക്കും കാണുക എന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ കാണുക? ഇതുപോലെ ഡോട്ട് വട്ടം പോലെയാണ് കാണുക. ഓക്കെ, സ്പിരിക്കലാണ്, പക്ഷേ കാണുന്ന ഇത്രയും നല്ല അടിപൊളി ക്ലാരിറ്റി, കളറൊക്കെ അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇങ്ങനെയാണ് സ്പിരിക്കൽ ബാക്ടീരിയാസ് കാണാൻ പറ്റുക മൈക്രോസ്കോപ്പിൽ. ആൻഡ് ദ ബാസിലസ് നോക്കിക്കേ, റോഡ് ഷേപ്ഡ് ആണ് അല്ലേ? ഒരു കണ്ടോ? നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന കാണുന്നുണ്ടോ? മഞ്ഞയാക്കണോ? റോഡ് ഷേപ്ഡ് ആണ്. ഇനി ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റി. നമ്മൾ മൈക്രോസ്കോപ്പിൽ കാണുന്നത് ജസ്റ്റ് ഇങ്ങനെയുള്ള ഓരോ വരകളായിരിക്കും. ഓക്കെ, അല്ലാതെ വലിയ കമ്പ് മുറിച്ച് വെച്ചോണൊന്നും നമുക്ക് കാണില്ല. നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഡോട്ട് വരകൾ പോലെ ആയിരിക്കും കാണുന്നത്. സോ ദിസ് ഈസ് റോഡ് ഷേപ്ഡ് ബാസിലസ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. നോക്കിക്കേ, ഇതെന്താ ഓർഡർ അനുസരിച്ചാണെങ്കിൽ ഇത് സ്പൈറൽ അല്ലേ? സ്പൈറൽ ഷേപ്പാണ്. ഇങ്ങനെയാണ് നമ്മളിപ്പം ചിത്രത്തിൽ കണ്ടത്. ഏകദേശം ഇതുപോലെയാണ്. പക്ഷേ ചിത്രത്തിൽ നോക്കുക, ഇത് ഇങ്ങനെയാണ് ഒറിജിനലായിട്ട് കാണുക. ഇങ്ങനെ. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മറ്റേത് കമ്പാരിറ്റീവ്ലി നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സ്പെറിക്കലാണ്, റോഡ് ഷേപ്പാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് കോമ ഷേപ്പ്. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഒറിജിനലി. ആ ഒരു കോമ പോലെയൊന്നല്ല വരയ്ക്കുക. ഇങ്ങനെയാണ്, ഏകദേശം ചെറിയൊരു വളവൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഒരു കോമ ഷേപ്പ് വരയ്ക്കുക. അറ്റത്തേക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പോയിൻറ്റഡ് ആയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോമ ഷേപ്പ് ഉണ്ടാവാം. അത് അല്ലാതെ നമ്മൾ ഈ റോഡ് ഷേപ്പ് ഇങ്ങനെയല്ല, റോഡല്ല, ചെറിയൊരു വളവൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും കോമ ഷേപ്പ് ഉണ്ടാവുക. കണ്ടില്ലേ? ഇവിടെ നമുക്ക് മൈക്രോസ്കോപ്പിക് പിക്ചറിൽ നല്ലപോലെ കാണാൻ പറ്റും. ഒരു പകുതി ചന്ദ്രക്കലൊക്കെ പോലെ കാണുന്നില്ലേ? സോ ദിസ് ഈസ് കോമ ഷേപ്ഡ് വിബ്രിയം. ആൻഡ് എന്താ ഇപ്പോൾ പറഞ്ഞത്? നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ ബാക്ടീരിയാസിനെ അതിൻ്റെ ബാക്ടീരിയേൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ഫെറിക്കൽ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയം, സ്പൈറൽ ഷേപ്ഡ് സ്പിറില്ലം. അതിന് കോക്കൈ, ബാസിലൈ, വിബ്രിയോ, സ്പിറില്ല. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സിംഗുലറും പ്ലൂരലും ഒക്കെ പറഞ്ഞത്? ഒക്കെ സെറ്റല്ലേ? അതിൻ്റെ ചിത്രം നിങ്ങൾ നല്ലപോലെ ഒന്ന് നോട്ടീസ് ചെയ്യണം. ബാക്ടീരിയേൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ബാക്ടീരിയനെ ബ്രോഡ്ലി 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം.
ഇപ്പം ലാക്ടോബാസിലസ് ബാക്ടീരിയ, പാലിലൊക്കെ കാണുന്ന ബാക്ടീരിയ അല്ലേ, അതൊക്കെ റോഡ് ഷേപ്ഡ് ബാസിലസ് ബാക്ടീരിയ ആണ്. ലാക്ടോബാസിലസ് അവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം, അതാ ലാക്ടോബാസിലസ് ഇതാ ഇങ്ങനെ ഉണ്ടാവും മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ. ലാക്ടോബാസിലസ്, അതിൽ ബാസിലസ് എന്നുള്ള പേര് തന്നെ കണ്ടില്ലേ, ബാസിലസ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാസിലസ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. ആൻഡ് okay, so the bacteria structure is very simple, they're very complex in behavior. ഇവർ വളരെ സിമ്പിൾ ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്, നമുക്ക് വളരെ മൈക്രോസ്കോപ്പിക് ആണ്, ഇവർ യൂണിസെല്ലുലാർ ആണ്, പ്രോകാരിയോട്ടിക് ആണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ബിഹേവിയർ ആണ്. ആൾ കുറച്ചില്ലെങ്കിലും സ്വഭാവം വളരെ പണിയാണെന്ന് പറയുന്ന പോലെ വെരി കോംപ്ലക്സ് ബിഹേവിയർ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് ആര് കാണിക്കുക, നമ്മുടെ ബാക്ടീരിയാസ് കാണിക്കുന്നത്. അവരുടെ മൂവ്മെൻ്റ് ആണെങ്കിലും അവരുടെ ബിഹേവിയേഴ്സ് ആണെങ്കിലും ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ മോഡാണെങ്കിലും നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ബാക്ടീരിയയുടെ കാണാൻ പറ്റുന്നത്. ബാക്ടീരിയ ആസ് എ ഗ്രൂപ്പ് ഷോ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. ഇവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസും വളരെ ഡൈവേഴ്സാണ്. ഇവർക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസും ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് സം ഓഫ് ദി ബാക്ടീരിയ ആർ ഓട്ടോട്രോപിക്. വാട്ട് ആർ ഓട്ടോട്രോപിക് ബാക്ടീരിയാസ്? ഓട്ടോട്രോപിക് ബാക്ടീരിയാസ് ആർ ദോസ് ബാക്ടീരിയാസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് their own food and their own energy. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം, സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. സോ ദേ ആർ ഓട്ടോട്രോപിക് ഓർഗാനിസംസ്. ആൻഡ് ബാക്ടീരിയാസിൽ ചിലർ ഓട്ടോട്രോപ്പിക് ആയിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ദേ സിന്തസൈസ് their own food from inorganic സബ്സ്റ്റൻസസിൽ നിന്നും അവരുടെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. ആൻഡ് ദേ മേ ബി ഫോട്ടോസിന്തറ്റിക് ഓർ കീമോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയാസ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉള്ള സൺലൈറ്റിൽ, ആ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് നമ്മുടെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഫോട്ടോസിന്തറ്റിക്, എന്താണ് ഓട്ടോട്രോപ്പിക്, എന്താണ് ഹെറ്ററോട്രോപ്പിക്, വാട്ട് ഈസ് ഫോട്ടോസിന്തറ്റിക്, വാട്ട് ഈസ് കീമോസിന്തറ്റിക്. ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ മനസ്സിലാവാത്തവർ. ഓക്കെ, സോ ദ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്, ഇവർ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോപിക് ബാക്ടീരിയാസും കാണുന്നുണ്ട്, കീമോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോപിക് ബാക്ടീരിയാസും ഉണ്ട്. ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ നിന്നും സൺലൈറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. The vast majority of bacteria are heterotrophs. എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഹെറ്ററോട്രോപ്സ് ആണ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ബാക്ടീരിയാസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. Vast majority of bacteria are heterotrophs and that is they depend on other organisms or on dead organic matter for food. ഒന്നെങ്കിൽ അവർ മറ്റുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്റർ, ഈ മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചത്തുപോയിട്ടുള്ള അല്ലെങ്കിൽ ജീർണിക്കാനായിട്ടുള്ള ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ അതിന് ആശ്രയിക്കുന്നു ഫുഡിന് വേണ്ടിയിട്ട്. അത് തന്നെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ നടക്കാനുള്ള മേജർ കാരണവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീകമ്പോസേഴ്സ് ആണ് ഡീകമ്പോസിഷന് സഹായിക്കുന്നത്, നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസമാണ് ഹെറ്ററോട്രോപ്പിക് ഓർഗാനിസം, മറ്റുള്ളവരെ ഫുഡിന് ആശ്രയിക്കുന്നത്. ഹെറ്ററോട്രോപ്പിക്കിൽ സാപ്രോഫൈറ്റിക്കും ഉണ്ടാവും, പാരാസൈറ്റിക്കും ഉണ്ടാവും. അതിൽ ഈ പറഞ്ഞ സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ നിന്നാണ് ഫുഡ് എടുക്കുന്നത്. ഇനി ഹെറ്ററോട്രോപ്സ് മറ്റുള്ള ഓർഗാനിസത്തിനെ അല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പാരാസൈറ്റിക്കും ഉണ്ട്, ഹോളോസോയിക്കും ഉണ്ട്. സോ ബാക്ടീരിയാസ് പാരാസൈറ്റിക് ആയിട്ടുള്ള മോഡ് ഉണ്ടെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. പാരാസൈറ്റിക് ഉണ്ട് ബാക്ടീരിയ പാരാസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പാരാസൈറ്റിക് ഉണ്ട്, ആൻഡ് സാപ്രോഫൈറ്റിക്കും ഉണ്ടാവും, പാരാസൈറ്റിക്കും സാപ്രോഫൈറ്റിക്കും. സോ ദേ ആർ ഹെറ്ററോട്രോപ്പിക് ഓർഗാനിസംസ്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ബാക്ടീരിയയുടെ സിമ്പിൾ സ്ട്രക്ചർ ആണെങ്കിൽ കൂടി അവർക്ക് ഒരു കോംപ്ലക്സ് ബിഹേവിയർ ഉണ്ട്. അവരുടെ മെറ്റബോളിസം വളരെ ഡൈവേഴ്സ് ആണ്, മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഡൈവേഴ്സ് ആണ്. ആൻഡ് അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണെങ്കിലോ ചില ബാക്ടീരിയാസ് ഓട്ടോട്രോപ്പിക്കും ആണ്, ചിലത് ഹെറ്ററോട്രോപ്പിക്കും ആണ്. എന്നാലും ഏറ്റവും കൂടുതൽ
ഹെറ്ററോട്രോപ്പിക് ആണ്. ഓട്ടോട്രോപ്പിക് ഫോട്ടോസിന്തറ്റിക്കും ഉണ്ടാവും, കീമോസിന്തറ്റിക്കും ഉണ്ടാവും. ഹെറ്ററോട്രോപ്പിക്കോ സാപ്രോഫൈറ്റിക്കും ഉണ്ടാവും, പാരസൈറ്റിക്കും ഉണ്ടാവും. ഈ പറഞ്ഞ സംഭവം നമ്മൾ ഇപ്പം പഠിച്ചതാണോ? ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്, ഇതേ ഒരു ടോണിൽ പറയുന്നത്. എവിടെയാ? നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു ബോക്സ് പഠിച്ചിട്ടില്ലേ, ഒരു ടേബിള്. ആ ടേബിളിൽ കിങ്ഡം മൊനീറേനെ പറ്റി പറയുന്ന കാര്യങ്ങളല്ലേ ഇത്. മൊനീറയുടെ സോൾ മെമ്പേഴ്സാണ് ബാക്ടീരിയാസ്. സോ അതിലുള്ള ആൾക്കാരുടെ ക്യാരക്ടേഴ്സാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ മൊനീറയുടെ ന്യൂട്രീഷൻ ടൈപ്പും അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും കാണുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ആ ബോക്സ് ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ എളുപ്പമാവും. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? ലുക്ക് അറ്റ് ദിസ്. കിങ്ഡം മൊനീറേനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒരിക്കലും വിചാരിക്കരുത് കിങ്ഡം കഴിഞ്ഞ് തൊട്ടടുത്ത ഫൈലോ ആണ് നമ്മൾ ഈ പറയുന്നതെന്ന്. അല്ല, ഇത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, കിങ്ഡം മൊനീറേനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി, എന്ന് പഠിച്ചാൽ മതി. ക്ലിയർലി ഇവർ കിങ്ഡം മൊനീറയിൽ വരുന്ന ക്ലാസ്സസ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ കിങ്ഡം മൊനീറേനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും. ഇതിൽ ആർക്കി ബാക്ടീരിയ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ആർക്കി ബാക്ടീരിയനെ പറ്റിയിട്ട്. യു ബാക്ടീരിയ ആയിരിക്കും കുറച്ചും കൂടി പുതിയതായിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്, അല്ലേ? ആം ഐ റൈറ്റ് ഓർ നോട്ട്? അല്ലെങ്കിൽ ക്ഷമിക്കുക. ആർക്കി ബാക്ടീരിയ നമ്മൾ കുറച്ചും കൂടി, ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പണ്ട് മുതലേ ഉള്ള ബാക്ടീരിയ, ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞ് കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള ഒരു ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ എനിക്ക് കേട്ടോ. ഓക്കെ, ഇനി ആർക്കി ബാക്ടീരിയ അതിലേക്ക് മുന്നോട്ടേക്ക് പോയാലോ? ആർക്കി ബാക്ടീരിയ പേജ് എടുത്തില്ലേ, നോട്ട് എഴുതില്ലേ? They live in some of the most harsh habitats, such as extreme salty areas, hot springs and marshy areas. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മൊനീറ മെമ്പേഴ്സ് ബാക്ടീരിയാസ് വളരെ ഹാർഷ് ഹാബിറ്റാറ്റ്സിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഡെസേർട്ട്സിൽ, ഇനി ഇപ്പോൾ സ്നോയിലാണെങ്കിലും ഡെസേർട്ടിലാണെങ്കിലും ഹോട്ട് സ്പ്രിങ്സിലാണെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് ബാക്ടീരിയാസിനെ, ഈവൻ ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ പാരസൈറ്റ് ആയിട്ട് പോലും നമുക്ക് ബാക്ടീരിയനെ കാണാൻ പറ്റും. അപ്പോൾ ബാക്ടീരിയയിലുള്ള ഈ ആർക്കി ബാക്ടീരിയ അതിൽ പേര് കേട്ട ബാക്ടീരിയ ആണ്. ഇങ്ങനെയുള്ള എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ആർക്കി ബാക്ടീരിയ. ദേ ലിവ് ഇൻ some of the most harsh habitats such as extreme salty areas. സോൾട്ട്, എന്താ, ഉപ്പ് അല്ലേ? ആ സോൾട്ട് മാത്രമല്ല, ഈ സോൾട്ട്സ് എന്ന് പറയുമ്പോൾ സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ നമ്മുടെ സോയിലിൽ കാണുമ്പോൾ നമ്മൾ സോൾട്ട്സ് എന്ന് തന്നെ പറയും കേട്ടോ. മറ്റേ ഉപ്പ് മാത്രമാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും സലൈനിറ്റി എന്നാണ് പറയുക. സോൾട്ടി ഏരിയാസ്, എല്ലാവിധ മിനറൽസും അധികമുള്ള സോൾട്ടി ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ്, അവരെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഹാലോഫിൽസ്. എന്ത് പേരാ? ഹാലോഫിൽസ്. ഹാലോ മീൻസ്, ഹാലോ എന്ന് പറയുന്ന ഒരു ടേം. ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആവണം. ഹാലോ, ഹൈഡ്രോ, സീറോ, തെർമോ, അസിഡോ, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് നമ്മൾ കുറച്ച് ഫെമിലിയർ ആവണം. ഹാലോ മീൻസ് സോൾട്ടി എന്നുള്ള ഒരു കണ്ടീഷനാണ്. ഹാലോഫൈറ്റ്സ്, സോൾട്ടി ഏരിയാസിൽ ഉള്ള പ്ലാന്റ്സ്, നല്ല ഉപ്പുരസവും നല്ല ഒരുപാട് മിനറൽസും എക്സസ് ആയിട്ടുള്ള സോയിലിൽ നല്ല അടിപൊളിയായിട്ട് വളരുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്, അവരെ നമ്മൾ ഹാലോഫൈറ്റ്സ് എന്ന് പറയും. ആൻഡ് ഹൈഡ്രോഫൈറ്റ്സ്, നല്ലപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സോയിലുണ്ടാവുമല്ലോ, അവിടെയൊക്കെ നല്ലപോലെ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റൈസ്, നെല്ലില്ലേ, നെൽകൃഷിയൊക്കെ പാടത്ത് നല്ലപോലെ വെള്ളം കെട്ടി നിൽക്കുമ്പോഴല്ലേ ചെയ്യുക. അപ്പോൾ അവരൊക്കെ ഹൈഡ്രോഫൈറ്റ്സ് ആണ്. ഈവൻ എന്തിനാ നെല്ല്, കുളത്തിലൊക്കെ ഉള്ള ചെടികളൊക്കെ ഇല്ലേ, പായലൊക്കെ ഇല്ലേ മുകളിലൊക്കെ ഉള്ള, അതുപോലെ താമര, ആമ്പൽ, ഇവരൊക്കെ എന്താ ഹൈഡ്രോഫൈറ്റ്സ് ആണ്. സീറോ, വെള്ളം തീരെ ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന ആൾക്കാർ. തെർമോ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ, എക്സ്ട്രീം ടെമ്പറേച്ചറിനാണ് തെർമോ എന്ന് പറയുന്നത്. അസിഡിക് കണ്ടീഷൻ,
സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ നമുക്ക് പഠിക്കാനുള്ള ഹാലോഫൈറ്റ്സ്, സോൾട്ടി ഏരിയാസിന്. അപ്പോൾ ഹാലോ എന്ന് പറയുന്ന പേര് തന്നെയല്ലേ നമുക്ക് കൊടുക്കേണ്ടതാ. ഇവിടെ നമ്മൾ സോൾട്ടി ഏരിയസ് ഹാലോ പഠിച്ചതാണ്. സോ ഹാലോ ഫൈറ്റ് അല്ല, ഹാലോ ഫൈറ്റ് ആരായിരുന്നടാ? ഹാലോ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആ സോൾട്ടി ഏരിയാസിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇവിടെ ബാക്ടീരിയ അല്ലേ, അതുകൊണ്ട് ഹാലോഫിൽസ്. ഹോട്ട് സ്പ്രിങ്സ് ഞാൻ നേരത്തെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ഹോട്ട് സ്പ്രിങ്സ്, തിളച്ച വെള്ളം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്, നല്ല എക്സ്ട്രീം ടെമ്പറേച്ചറുള്ള വെള്ളമായിരിക്കും കേട്ടോ. ഓക്കെ, ഹോട്ട് സ്പ്രിങ്സ്, അവിടെ കാണുന്ന ബാക്ടീരിയാസിനെ നമ്മൾ തെർമോ അസിഡോഫിൽസ് എന്ന് പറയും. തെർമോ അസിഡോഫിൽസ്. ആരെ ഈ തെർമോ മീൻസ് എക്സ്ട്രീം ടെമ്പറേച്ചർ, അസിഡോഫിൽസ് എക്സ്ട്രീം അസിഡിക് കണ്ടീഷൻ. അവിടെ ഈ ഹോട്ട് സ്പ്രിങ്സിൽ നല്ലപോലെ ടെമ്പറേച്ചറും ആയിരിക്കും, നല്ലപോലെ അസിഡിക് കണ്ടീഷനും ആയിരിക്കും. തെർമോ അസിഡോഫിൽസ്. അപ്പോൾ അതിന് നല്ലൊരു പേര് നമുക്ക് കൊടുക്കാനില്ലല്ലോ, തെർമോ അസിഡോഫിൽസ്. ഇനി മാർഷി ഏരിയാസ്. വാട്ട് ഈസ് മാർഷി ഏരിയ എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലം എന്നൊക്കെ പറയും. ഈ ചതുപ്പ് നിലങ്ങളിൽ കൂടുതലായിട്ടും ഈ ഓർഗാനിസത്തിൻ്റെ ഡങ്ങിൽ നിന്നൊക്കെ കിട്ടുന്ന, ഈ കൗഡങ്ങിൽ നിന്നൊക്കെ വരുന്ന മീഥേൻ ഗ്യാസ് ഇല്ലേ, അങ്ങനെയുള്ള മീഥേൻ ഗ്യാസസ് ഒക്കെ കൂടുതലായിട്ടും ഉള്ള ഏരിയാസാണ് ഈ മാർഷി ഏരിയാസ് എന്ന് പറയുന്നത്. അവിടെ കാണുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ മെത്തനോജൻസ് എന്ന് പറയുന്നത്. മെത്തനോജൻസ്. മീഥെയിൻ എന്ന് പറയുന്ന ആ ഒരു ടേമുമായിട്ട് ഇതിനൊരു കുറച്ച് സിമിലാരിറ്റി ഇല്ലേ? മെത്തനോജൻസ്. ഓക്കെ, മെത്തനോ ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞ് വേറെ ബാക്ടീരിയാസ് പഠിക്കും. സോ ഇവർ എന്താ ചെയ്യുക, മെയിനായിട്ട് ഈ മാർഷി ഏരിയാസിൽ കാണുന്നത് കൊണ്ട് ഇവർക്ക് മെത്തനോജൻ എന്ന് മാത്രമല്ല, ഇവർ ഈ മാർഷി ഏരിയാസിൽ ഉള്ളത് കൊണ്ടാണ് അവിടെ ഈ മീഥേൻ ഗ്യാസ് ഉണ്ടാവുന്നത്. സോ അതാണ് അവിടെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പേരാണ്? ആർക്കി ബാക്ടീരിയ പല ഹാർഷി ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ് ആണ്. എക്സ്ട്രീം ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ കാണുന്ന ബാക്ടീരിയാസ് ആണ്. ആൻഡ് അവരെന്തൊക്കെയാണ്? മോസ്റ്റ് ഹാർഷ് ഹാബിറ്ററ്റ്സിൽ കാണുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ് പഠിച്ചത്? എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ഹോട്ട് സ്പ്രിങ്സ്, മാർഷി ഏരിയാസ്. ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചത് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ സെൽ വോൾ സ്ട്രക്ചർ. ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് അത്രയും ടോളറൻസ് വേണം, നമുക്ക് അത്രയും അഡാപ്റ്റബിലിറ്റി വേണം, നമുക്ക് അവിടെ സഹിച്ച് നിൽക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ അവിടെയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ അതിനുള്ളൊരു എബിലിറ്റി വേണം. ഇതിനെയാണ് നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ നല്ല ഹോട്ട് സമ്മറിലും എനിക്ക് നല്ലപോലെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. നല്ല തണുപ്പ് എക്സ്ട്രീം വിൻ്ററിലും എനിക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതിനെ എൻ്റെ ബോഡീൻ്റെ ഒരു ടെമ്പറേച്ചർ ഫ്ലെക്സിബിലിറ്റി എന്ന് എനിക്ക് വിളിച്ചുകൂടെ? വളരെ ഫ്ലെക്സിബിളാണ് എൻ്റെ ബോഡി അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഏതൊരു സാഹചര്യങ്ങളോടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ ഞാനതിനെ ഫ്ലെക്സിബിൾ എന്ന് വിളിക്കില്ലേ? അതുപോലെ ഇവരാണെങ്കിലോ ഒന്നാമതേ കുഞ്ഞു ആൾക്കാർ, പിന്നെ യൂണിസെല്ലുലാറാണ്, മൈക്രോസ്കോപ്പിക് ആണ്. അപ്പോൾ ഇവരുടെ ആ ഒരു സെല്ലിന്, അവരുടെ സെൽ വോളിന് അത്രയും എക്സ്ട്രീമിറ്റീനെ സഹിക്കാനുള്ള ഒരു കഴിവ് വേണം. അതിൻ്റെ സ്പെഷ്യൽ സെൽ വോൾ സ്ട്രക്ചർ എന്ന് പറയും. സ്പെഷ്യൽ സെൽ വോൾ സ്ട്രക്ചർ, അതിനെ ഞാൻ മെൻഷൻ ചെയ്തത് ഫ്ലെക്സിബിൾ സെൽ വോൾ, അല്ലാതെ ഇങ്ങനെ കുഴഞ്ഞു കളിക്കുന്ന എന്നുള്ള അർത്ഥമല്ല. ഫ്ലെക്സിബിൾ ആണ്, അവർക്ക് അത്രയും അഡ്ജസ്റ്റബിൾ ആണ്, അത്രയും അഡാപ്റ്റബിൾ ആണ്. And methanogens are present in the gut of several ruminant animals. What is a ruminant animal? ആരാണ് ruminant animal? എക്സാമ്പിൾ പറഞ്ഞുതരാം. കൗ ഒരു ruminant animal ആണ്. ഗ്രേസ് ചെയ്യുന്ന, അതായത് പുല്ല് മേഞ്ഞ് അത് ഫുഡാക്കി എടുത്ത് അത് ഡൈജസ്റ്റ് ചെയ്ത് അത് ഡങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ റൂമിനൻ്റ് ആനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൗ ഇസ് എ റുമിനൻ്റ് ആനിമൽ. ഇങ്ങനെയുള്ള റുമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ടിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ് മെത്തനോജൻസ് ഇവിടെ പറഞ്ഞ മെത്തനോജൻ തന്നെയാണ്, ഈ മെത്തനോജൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ദി ഗട്ട് ഓഫ് സെവറൽ റുമിനൻ്റ് ആനിമൽസ്. അവരുടെ ഗട്ട് എന്ന് പറയുന്നത് എന്താ? ഡൈജസ്റ്റീവ് ട്രാക്കില്ലേ,
തൊറാസിക് ഗട്ട് ക്യാവിറ്റി എന്നൊക്കെ പറയും. തൊറാസിക് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നമ്മുടെ ശ്വാസകോശമൊക്കെ ഉള്ള, താഴോട്ടുള്ളത് നമ്മുടെ ഗട്ട് ക്യാവിറ്റി. അവിടെ അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഭാഗം. അവിടെ ഈ ഡൈജസ്റ്റീവ് ട്രാക്കിനുള്ളിൽ റൂമിനൻ്റ് ആനിമൽസിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്കിനുള്ളിൽ മെത്തനോ ബാക്ടീരിയാസ് കാണാം. എവിടെ? മാർഷ് ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ്. അതുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്തുണ്ടാക്കും അവരെന്തുണ്ടാക്കും? അവർ മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. സച്ച് ആസ് കൗസ് ആൻഡ് ബഫലോസ്. റുമിനൻ്റ് ആനിമൽസിന് എക്സാമ്പിൾ ആണ് കൗസ് ആൻഡ് ബഫലോസ്. ആൻഡ് they are responsible for the production of methane gas. നമുക്ക് ബയോഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തന്നെ യൂസ് ചെയ്യുന്ന ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ അല്ലേ, അവിടെ നിന്ന് എന്താ ഉണ്ടാവുന്നത്? മീഥേൻ ഗ്യാസ് ആണ് ഉണ്ടാക്കുന്നത്. ആ മീഥേൻ ഗ്യാസ് ബയോഗ്യാസ് എന്ന് വിളിക്കും. അത് ഉണ്ടാക്കുന്നത് ആരാണ്? മെത്തനോജൻസ് ആണ്, മെത്തനോ ബാക്ടീരിയാസ് ആണ്. മെത്തനോ ബാക്ടീരിയ അപ്പോൾ ഏത് ഗ്രൂപ്പിൽ വരുന്ന? ആർക്കി ബാക്ടീരിയയിലെ ഒരാൾക്കാരാണ് മെത്തനോജൻസ്. ഫ്രം ദ ഡങ് ഓഫ് ദീസ് ആനിമൽസ്. അവരുടെ ഡങ്ങിൽ നിന്നും, അവരുടെ ഡൈജസ്റ്റീവ് വേസ്റ്റ് ഇല്ലേ, അതിനാണ് ഡങ് എന്ന് പറയുന്നത്. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചാണകം എന്നൊക്കെ പറയില്ലേ, പശുവിൻ്റെ, അതിൽ നിന്നുമാണ് ഈ മെത്തനോജൻസ് എന്തുണ്ടാക്കുന്നത്? മീഥേൻ ഗ്യാസ് ഉണ്ടാക്കുന്നത്. സോ ആർക്കി ബാക്ടീരിയൻ്റെ അത്രയാണ് മെയിനായിട്ട് പറയാനുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട്. അവർ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സിലുണ്ട്. ലൈക്ക് അവരെ സോൾട്ടി ഏരിയസിൽ കാണപ്പെടുന്നവരെ നമ്മൾ ഹാലോഫിൽസ് എന്ന് പറയും. ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്നവരെ തെർമോ അസിഡോഫിൽസ് എന്ന് പറയും. മാർഷ് ഏരിയസിൽ കാണുന്നവരെ മെത്തനോജൻസ് എന്ന് പറയും. മെത്തനോജൻ എന്ന് പറയുമ്പോൾ തന്നെ എങ്ങോട്ടേക്ക് ഓർക്കണം? റൂമിനൻ്റ് ആനിമൽസിനെ ഓർക്കണം. അവരുടെ ഗട്ടിൽ കാണുന്നുണ്ട്. അതിൽ കാണുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അവരുടെ ഡങ്ങിൽ നിന്നും മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഇവർക്ക്. ഇവരെന്തിനാ നമുക്ക് ഗുണം ഉണ്ടാക്കുക? നമ്മൾ ഫുഡ് ഉണ്ടാക്കി, അത് വെച്ച് ഫുഡ് ഉണ്ടാക്കിക്കോട്ടെ, നമ്മുടെ ചിലവ് ഗ്യാസിൻ്റെ പൈസയൊക്കെ കുറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടുണ്ടാക്കി തരുവാണോ? ഒരിക്കലല്ല. അവരെന്താ ചെയ്യുന്നത്? അവരുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അവർ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് ഈ മീഥേൻ ഗ്യാസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണുള്ളത്. ഇനി എന്തുകൊണ്ട് അവർക്ക് അവരുടെ സെൽ വാൾ സ്പെഷ്യൽ ആവുന്നു? അവർക്ക് അത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കണം, അതുകൊണ്ട് അവരുടെ സെൽ വാൾ സ്പെഷ്യലാണ്. ഇനി ഞാൻ പറഞ്ഞു പണ്ട് മുതലേ കേട്ട് വരുന്നൊരു പേരൊക്കെ ആയിരിക്കും ആർക്കി ബാക്ടീരിയ എന്ന്. ഈ ആർക്കി ബാക്ടീരിയ ഇവല്യൂഷണറി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമി ഒറിജിനേറ്റ് ചെയ്ത് പണ്ട് കാലം മുതലേ ഇവർ എക്സിസ്റ്റഡ് ആണ്. അവർക്ക് അന്ന് മുതൽ ഈ ദിനോസസ് ഒക്കെ ജീവിച്ച് മരിച്ചുപോയി, എന്നിട്ടും ഇവർ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും അവർ ഇപ്പോഴും എക്സിസ്റ്റ് ആയിരിക്കുന്നത്? നിങ്ങളുടെ ലോജിക്ക്, നിങ്ങളുടെ കോമൺ ലോജിക്ക് ആലോചിക്കൂ. നിങ്ങൾക്ക് കിട്ടി, യെസ് കിട്ടിയില്ലേ? എന്താണ് കാരണം? എന്താ? അവർക്ക് ഇത്രയും എക്സ്ട്രീം ഹാബിറ്ററ്റിലൊക്കെ ജീവിക്കാൻ പറ്റും. എന്ത് വന്നാലും കുലുങ്ങൂല എന്നുള്ള മനുഷ്യന്മാരാ. അപ്പോൾ പിന്നെന്താ? ഒരു കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പം മഴ വന്നോ, മഴയായിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, സ്നോ ആയിക്കോട്ടെ, ഈവൻ ആസിഡ് ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർക്ക് നല്ല എക്സ്ട്രീം ഹാബിറ്ററ്റ്സിൽ ജീവിച്ച് ശീലമുണ്ട്. ബിക്കോസ് ദ സെൽ വോൾ they are having a special cell wall, a flexible cell wall. And next, eubacteria ആണല്ലേ. eubacteria are also known as true bacteria. Why eubacteria are also known as true bacteria? എന്തുകൊണ്ടാണ് നമ്മൾ eubacteriaനെ true bacteria എന്ന് കൂടി വിളിക്കുന്നത്? It's because eubacteria are having a rigid cell wall. eubacteriaക്ക് നല്ലൊരു റിജിഡ് ആയിട്ടുള്ള സെൽ വോൾ ഉണ്ട്. a rigid cell wall, and that's why we are calling eubacteria as true bacteria. അതുകൊണ്ടാണ് നമ്മൾ eubacteriaനെ true bacteria എന്ന് വിളിക്കുന്നത്. And if motile, a flagellum will be present. അവർ മൂവ് ചെയ്യുന്ന ബാക്ടീരിയ ആണെങ്കിൽ ഒരു ഫ്ലജെല്ലം ഉണ്ടാവും. സോ വാട്ട് ഈസ് മോട്ടൈൽ? ആ വേർഡ് നിങ്ങളൊന്ന് ഫെമിലിയർ ആവണം. മോട്ടൈൽ അതായത് മൂവ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് മോട്ടൈൽ എന്നാൽ. അപ്പം നോൺ മോട്ടൈലോ? മൂവ് ചെയ്യാൻ പറ്റാത്തതാണ് നോൺ മോട്ടൈൽ. മൂവ് ചെയ്യാൻ പറ്റുന്നവർ മോട്ടൈൽ. ഇനി മോട്ടൈൽ ആയിട്ടുള്ള ബാക്ടീരിയ ആണെങ്കിൽ എന്തുണ്ടാവുന്നത് പറഞ്ഞത്? ഇവിടെ നോക്കിക്കേ, ഫ്ലജെല്ലം.
Suppose this is a bacteria and we can see small hair-like, small or large hair-like structures coming out of the bacterial body. ബാക്ടീരിയൽ സെൽ വോളിന് പുറത്തേക്ക് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് അറൈസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഫ്ലജെല്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഫ്ലജെല്ലം വിൽ ബി പ്രസൻറ്റ് ഇഫ് ദേ ആർ മോട്ടൈൽ. ഇഫ് മോട്ടൈൽ, അത് നോട്ടബിൾ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടൈൽ ആണെങ്കിൽ മാത്രം ഫ്ലജെല്ല മതി. മോട്ടൈൽ അല്ലെങ്കിൽ എന്തിനാ അവർക്ക് ഫ്ലജെല്ല? ബിക്കോസ് ഫ്ലജെല്ല മോഷന് വേണ്ടിയിട്ട്, ലോക്കോമോഷന് വേണ്ടിയിട്ടും ഫുഡ് ക്യാപ്ചറിന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഫ്ലജെല്ല. we can compare the flagella just like a hair. നമുക്ക് ഹെയർസ് ഇല്ലേ, നമ്മുടെ തലയുടെ മുകളിൽ ഹെയർസ് ഇല്ലേ, ഹെയർസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതുപോലെ അവരുടെ ബാക്ടീരിയയുടെ ബോഡിയുടെ പുറത്തേക്ക് വരുന്ന ലോങ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലജെല്ല. ഈ ഹെയർ എന്ന് എടുത്ത് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, നമ്മുടെ രോമമില്ലേ, അതുപോലെ വരുന്ന ബാക്ടീരിയയ്ക്ക് വേറെ ചില സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സും കൂടി ഉണ്ട്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദ സൈനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗേ. സൈനോബാക്ടീരിയ എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും അതിനെ ബാക്ടീരിയ ആണെന്ന് വിചാരിക്കും. ഇനി ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ആൽഗയാണെന്ന് വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എ ബാക്ടീരിയ. സൈനോബാക്ടീരിയ ഒരു ബാക്ടീരിയ ആണ്. ആൻഡ് വൈ വി ആർ കോളിംഗ് സൈനോബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗേ? It's because they are resembling the algae or resembling the green plants with the presence of a chlorophyll A pigment. Chlorophyll A എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് അവർ നമ്മളെ ഗ്രീൻ പ്ലാന്റ്സിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്. They are similar to green plants and are hence they having chlorophyll A pigment. They are able to ഫോട്ടോസിന്തസിന് ഏബിൾ ആണ് ആര്? നമ്മുടെ സൈനോബാക്ടീരിയയ്ക്ക് ക്ലോറോഫിൽ എ ഉണ്ട്. അതുകൊണ്ട് അവർ ഗ്രീൻ പ്ലാന്റിനെ റിസംബിൾ ചെയ്യുന്നു. നമ്മളതിന് ബ്ലൂ ഗ്രീൻ ആൽഗെ ഒരു പ്ലാന്റിലാണെന്ന് അറിയാലോ, പ്ലാന്റിയയിലാണ് ആൽഗെ പെടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പേര് കൊടുത്തു. വൈ ബ്ലൂ ഗ്രീൻ? ബ്ലൂ പിഗ്മെൻറ്റ്, ഗ്രീൻ പിഗ്മെൻറ്റ്, ഇതൊക്കെ നമ്മളെ സൈനോബാക്ടീരിയയിൽ ഉണ്ട്. അത്രയും നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ കളറിങ് പിഗ്മെൻറ്റ്സ് ആണ്, അത്രയും അറിഞ്ഞിരിക്കുക. പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. സോ യൂബാക്ടീരിയ ട്രൂ ബാക്ടീരിയ ബിക്കോസ് ദേ ആർ ഹാവിങ് എ റിജിഡ് സെൽ വോൾ. നമ്മുടെ ആർക്കി ബാക്ടീരിയയ്ക്ക് റിജിഡ് ആയിരുന്നു സെൽ വോള്? അല്ല, അവർക്ക് എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സെൽ വോൾ വേണമായിരുന്നു. സോ ദേ ആർ നോട്ട് ഹാവിങ് റിജിഡ് സെൽ വാൾ. ആർക്കാണ് റിജിഡ് സെൽ വാൾ ഉള്ളത്? യൂബാക്ടീരിയയ്ക്കാണല്ലേ. യൂബാക്ടീരിയയ്ക്ക് റിജിഡ് സെൽ വോൾ ഉണ്ട്. ആൻഡ് ഓൾസോ യൂബാക്ടീരിയയിൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ സൈനോബാക്ടീരിയ, ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗേ. അവർക്ക് ക്ലോറോഫിൽ എ ഉണ്ട്. ഹെൻസ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. വി നോ വാട്ട് ഇസ് ഓട്ടോട്രോപ്പ്. എന്താണ് ഓട്ടോട്രോപ്പ്? നമുക്കറിയാം. എന്താണ്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ, സ്വന്തമായിട്ട് എനർജി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഓട്ടോട്രോപ്പ്, ഹെറ്ററോട്രോപ്പ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഏതാ നോക്കിയേ, ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ന്യൂട്രീഷൻ, ഓർഗാനിസത്തിൻ്റെ ന്യൂട്രീഷൻ ഓട്ടോട്രോപ്പ്, ഹെറ്ററോട്രോപ്പ്. നമ്മൾ കിങ്ഡം മുനീറ പഠിച്ച സമയത്ത് എവിടെ ആ ഒരു ബോക്സിലില്ലേ, അതിൻ്റെ ന്യൂട്രീഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷനും ഉണ്ട്, ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷനും ഉണ്ട്. ഓട്ടോട്രോപ്പിന് ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്, കീമോസിന്തറ്റിക്കും ഉണ്ട്. ഓട്ടോട്രോപ്സ് ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്, കീമോസിന്തറ്റിക്കും ഉണ്ട്. ഇനി ഹെറ്ററോട്രോപ്സ് ആണെങ്കിലോ സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക്. ഇതൊക്കെ ആയിരുന്നില്ലേ മൊനീറയുടെ ന്യൂട്രീഷൻ നമ്മൾ പഠിച്ചത് ആണല്ലേ? അപ്പോൾ ഓട്ടോട്രോപ്പ്, സൈനോബാക്ടീരിയ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇപ്പോൾ. ഇനി സൈനോബാക്ടീരിയനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കേ. ഇവിടെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ്. ഇറ്റ് ഇസ് എ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ്. സൈനോബാക്ടീരിയ എന്താണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പ്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോപ്പാണ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓർഗാനിസമാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഇനി സൈനോബാക്ടീരിയൻ്റെ വേറെ ഫങ്ഷൻസ് ഒക്കെ നോക്കിക്കേ. ദേ ആർ യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. ഒരൊറ്റ സെല്ലായിരിക്കും ഉണ്ടാവുക. യൂണിസെല്ലുലാർ, ഒരൊറ്റ സെല്ലുള്ള സൈനോബാക്ടീരിയാസ് ഉണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കേ. യൂണിസെല്ലുലാറിന് എക്സാമ്പിളാണ്. ഇത് ഒരൊറ്റ സെല്ലല്ലേ? കണ്ടോ? ഒരു സെല്ലുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള സൈനോബാക്ടീരിയ ഉണ്ട്.
കൊളോണിയൽ, കോളനി. എന്താണ് കോളനി എന്ന് പറയുന്നത്? ഓരോരുത്തർ നമുക്കൊരു കോളനി ആയിട്ട് നിൽക്കാൻ പറ്റും. ഒരു കോളനീസ് ആയിട്ട് കുറച്ച് ഇൻഡിവിജ്വൽസ് കൂടി ചേർന്ന് ഒരു കോളനി ആയിട്ട് ഒരു ഗ്രൂപ്പാണ് അവർ ഭയങ്കര സെറ്റ് ടീമാണ്. അവർ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് പോകുന്നു, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സൈനോബാക്ടീരിയ. അത് കൊളോണിയൽ എന്ന് പറയും. കോളനീസ് ആണ് ഈ കാണുന്നത്. കണ്ടോ, ഓരോരുത്തർ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. കണ്ടോ, ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണ്. ആസ് യു ക്യാൻ സീ ഹിയർ, നിങ്ങൾക്ക് ഇങ്ങനെ പച്ചയിൽ കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് ഓരോ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സൈനോബാക്ടീരിയ. ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു കോളനി, കൊളോണിയൽ ആയിട്ടുള്ള സൈനോബാക്ടീരിയ. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? യൂണിസെല്ലുലാർ. ഇവിടെ പറഞ്ഞ എന്താണ്? കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. ഇവർ ഒന്നിലധികം ആൾക്കാർ ഫിലമെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഇതാ നോക്കിയേ, ഇതൊരു സൈനോബാക്ടീരിയ, ഇതൊരാൾ, ഇങ്ങനെ ഇവർക്ക് ഫിലമെൻ്റ് പോലെ കിടക്കുന്നത് കണ്ടോ? ഈ ചിത്രം ഒന്ന് നല്ലപോലെ നോട്ടീസ് ചെയ്ത് വെക്കണേ, പിന്നെ നമുക്ക് ആവശ്യം വരും. പിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് പോവരുത്. കണ്ടോ, ഈ ഒരു ചിത്രം കണ്ടോ? ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? ഇവർ ഫിലമെൻ്റ് പോലെയാണ് അല്ലേ? ഫിലമെൻ്റ് പോലെയാണ് നിൽക്കുന്നത്. ഇവർ കൂടിച്ചേർന്ന് ഒരു കോളനി പോലെയാണ് നിൽക്കുന്നത്. ദാ കൊളോണിയൽ, ഫിലമെൻറ്റസ്, യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെൻറ്റസ്. യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. പഠിച്ചില്ലേ? സൈനോബാക്ടീരിയ എങ്ങനെ കാണുന്നു? അടുത്തത് ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഓർ ടെറസ്ട്രിയൽ. ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ മറൈൻ, അതിനെ നമുക്ക് കോമൺലി അക്വാട്ടിക് എന്ന് പറയാം. അതായത് വെള്ളമായിട്ട് ബന്ധപ്പെട്ട് അക്വാട്ടിക്, വെള്ളത്തിൽ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ കരയിൽ ടെറസ്ട്രിയൽ. വെള്ളത്തിലുള്ള സൈനോബാക്ടീരിയ ഉണ്ട്, കരയിലുള്ള സൈനോബാക്ടീരിയ ഉണ്ട്. വെള്ളത്തിലുള്ളത് ഒന്നെങ്കിൽ ഫ്രഷ് വാട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ സലൈൻ ആയിട്ടുള്ള വാട്ടറുള്ള മറൈൻ വാട്ടർ ആയിരിക്കാം, കടൽ വെള്ളത്തിലായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ടെറസ്ട്രിയലായിട്ട് സൈനോബാക്ടീരിയനെ കാണാൻ പറ്റും. സൈനോബാക്ടീരിയ എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. സൈനോബാക്ടീരിയ ബേസിക്കലി എന്താ പഠിക്കേണ്ടത്? അവർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. ഒരു യൂണിസെല്ലുലാറോ കൊളോണിയലോ ഫിലമെൻറ്റസോ ആയിട്ട് കാണാം. ഫ്രഷ് വാട്ടറോ മറൈനോ ടെറസ്ട്രിയലോ ആവാം. പിന്നെ അതിൻ്റെ ഇതൊക്കെ എന്താണ്? അതിൻ്റെ സ്ട്രക്ചേഴ്സിന് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നാണേ. നമ്മുടെ ടെക്സ്റ്റിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടും ചിത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാ നോക്കിക്കേ, അടുത്തത് ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജലാറ്റീനിയസ് ഷീത്ത്. അവരുടെ കോളനീസ്, ഞാനൊരു ഫിലമെൻറ്റസ് സൈനോബാക്ടീരിയനെ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇതൊരു ഫിലമെൻറ്റസ് സൈനോബാക്ടീരിയ ആണ്. ഇവരുടെ കോളനീസിന് ചുറ്റിലും ഒരു ജലാറ്റീനിയസ് ഷീത്ത് ഉണ്ട്. ഇങ്ങനെയാണ് ഒരു ജലാറ്റീനിയസ് ഷീത്ത് ഇവരുടെ ചുറ്റിലും കിടക്കുന്നത്. നോക്കിക്കേ, ഒരു ജലാറ്റീനിയസ് ഷീത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. നിങ്ങൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ട്? ഇവരൊരു ഗ്രീൻ ആണ്. ബിക്കോസ് ദേ ആർ ഹാവിങ് ഗ്രീൻ പിഗ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നൊക്കെ വിളിക്കുന്നത്. ഇവരൊരുപാട് ഗ്രീൻ പിഗ്മെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കൂട്ടത്തോടെ കാണുന്ന ആ ഒരു വെള്ളത്തിൻ്റെ നിറം എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഗ്രീൻ കളർ ആയിരിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഇവർ ബ്ലൂം ആയിട്ട് ഫോം ചെയ്യും. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഇവർ ആൽഗൽ ബ്ലൂം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൽഗയുടെ കൂട്ടത്തോടെ കാണുന്നതിന് ആൽഗൽ ബ്ലൂം പറയും. സൈനോബാക്ടീരിയ ഒന്നിച്ച് കണ്ടാൽ ഒരു ബ്ലൂമിങ് ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ അത് ഒരു കളേർഡ് ആയിട്ടുള്ള ഡേർട്ടി വാട്ടർ പോലെ തോന്നും. ആരും യൂസ് ചെയ്യാത്ത ഈ കുളം, അങ്ങനെയുള്ള ചെറിയ തോടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പായൽ പോലെ പച്ച കളേർഡായിട്ടുള്ള വെള്ളം. അതാണെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ കൈ പിടിച്ചാൽ നമുക്ക് അങ്ങനെ വേസ്റ്റ് ആയിട്ട് അങ്ങനെ എടുക്കാനൊന്നും കിട്ടില്ല. പക്ഷെ ആ വെള്ളത്തിനൊരു പച്ച ഡേർട്ടി കളറായിരിക്കും. ഇറ്റ്സ് ബിക്കോസ് ഇതിൻ്റെ കോളനീസ് ഉള്ളത് കൊണ്ടാണ്. ഇവർക്കൊരു ജലാറ്റീനിയസ് ഷീത്ത് ഉണ്ട്. അവർ ബ്ലൂംസ് ആയിട്ട് ഫോം ചെയ്യും പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ. പൊല്യൂട്ടഡ് നല്ല യൂസ് ചെയ്യുന്ന വാട്ടർ ബോഡിയിലല്ല, പൊല്യൂട്ടഡ് ആയിട്ടുള്ള. Some of this organism can fix atmospheric nitrogen. Atmospheric nitrogen ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ്. ബ്ലൂംസ് ഫോം ചെയ്യും, ജലാറ്റിനസ് ഷീത്ത് ഉണ്ട്. ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെറ്ററോസിസ്റ്റ്. ഇവരുടെ ബോഡിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കുറച്ച് സെൽസ് ഉണ്ടാവും, കുറച്ച് വലിയ സെൽസ്. ഇവിടെയുള്ള ചിത്രം നോക്കിക്കേ, നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ ചിത്രം നോക്കിയേ, ഇത് കണ്ടോ? ഇവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വലിയ
നോർമലി കാണുന്ന ബാക്കിയുള്ള സെല്ലിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള വലിയ വലിയ സെൽസ് കാണാൻ പറ്റുന്നുണ്ട്. സോ ദീസ് ആർ കോൾഡ് ഹെറ്ററോസിസ്റ്റ്. ഇവരെന്താ ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്തിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഹെറ്ററോസിസ്റ്റിൽ. ഇതിൻ്റെ ഉള്ളിലാണ് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞ 2 ആൾക്കാർ ആരൊക്കെയാണ്? നോസ്റ്റോക്കും അനബീനയും. നോസ്റ്റോക്ക്, അനബീന, ഇവർ 2 പേരെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. നോസ്റ്റോക്ക്, അനബീന. ഇതാരാണ്? ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ചിത്രമാണ് അല്ലേ? ഇതാരാണ്? ഇത് നമ്മുടെ നോസ്റ്റോക്കാണ്. ഓക്കെ, നോസ്റ്റോക്ക് എഴുതി പഠിക്കണേ. ഇതാണ് നമ്മുടെ നോസ്റ്റോക്ക്. നോക്കിയേ, ഇവരൊക്കെ ഫിലമെന്റസ് ഫോം ആൽഗയല്ലേ നോസ്റ്റോക്ക്. ഇതിലെ ഹെറ്ററോസിസ്റ്റ് ഏതാണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സെല്ല്. ഹെറ്ററോസിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, ഫിക്സ് ചെയ്തിട്ട്. മ്യൂസിലേജീനിയസ് ഓർ ജെലാറ്റീനിയസ് ഷീത്ത് ഉണ്ട് ഇവരുടെ കോളനീസിന് ചുറ്റും. ഈ ഡോട്ടഡ് ആയിട്ട് ഈ ഒരു ബ്ലൂ ഒരു ഹാലോ പോലെ കാണിച്ച് കണ്ടിട്ടില്ലേ? ഓക്കെ, ഇതാണ് മ്യൂസിലേജീനിയസ് ഷീത്ത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നോസ്റ്റോക്ക്. ഇതാണ് നോസ്റ്റോക്ക്, ഇതാണ് അനബീന. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അനബീനയ്ക്കും ഉണ്ട് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ് കണ്ടില്ലേ? ഹെറ്ററോസിസ്റ്റ്. ഇവിടെ നോസ്റ്റോക്കിനും ഉണ്ട് ഹെറ്ററോസിസ്റ്റ്. 2 പേരും ഒരു അമ്മ പറ്റ മക്കളെ പോലെയല്ലേ കാണാൻ? അവരൊക്കെ ഒരു ടീമാണ്. അടുത്തായിട്ട് ഏതാണ്? കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്പ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന്റെ നോക്കിക്കേ. കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ ഓക്സിഡൈസ് various inorganic substances such as nitrates, nitrites and ammonia and use release energy for their ATP production. കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താലോചിക്കണം? ഇവർ കീമോസിന്തറ്റിക് ആണ്, അതായത് ഇനോർഗാനിക് സബ്സ്റ്റൻസസിൽ നിന്നുമാണ് എനർജി ഉണ്ടാക്കുന്നത്. ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തത് ഏതൊക്കെയാണ്? നൈട്രേറ്റ്, നൈട്രൈറ്റ്, അമോണിയ. ഈ നൈട്രേറ്റും ഒക്കെ രണ്ടും വേറെ തന്നെയാണ്. ഒന്ന് NO2, NO3 ഒക്കെയാണ് നൈട്രേറ്റ്, നൈട്രൈറ്റ്, അമോണിയ. ഓക്കെ, സോ ഇവർ ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഓക്സിഡൈസ് ചെയ്തിട്ട് അവർ എനർജി ഉണ്ടാക്കുന്നത്. ATP പ്രൊഡക്ഷൻ, അവരുടെ എനർജി ATP പ്രൊഡക്ഷൻ. സോ ഇതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ. They play great role in recycling nutrients like nitrogen, phosphorus, iron and sulfur. ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിനെ മുഴുവൻ റീസൈക്കിൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ആണല്ലേ. ഹെറ്ററോട്രോപിക് ബാക്ടീരിയ, മെജോറിറ്റി ഓഫ് ദി ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ആർ ഡീകമ്പോസേഴ്സ്. എന്താണ് ഡീകമ്പോസേഴ്സ്? ഡീകമ്പോസിഷൻ നടത്തുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ് അല്ലേ. ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിനെ ഡീകമ്പോസ് ചെയ്ത് ഈ മണ്ണിൽ നിന്നും ഇല്ലാതാക്കണം. അതായത് മണ്ണിലേക്ക് ഇപ്പം വീഴുന്ന ഇലകൾ മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിലോ, ഈ മണ്ണിലേക്ക് ചത്ത് വീഴുന്ന ജീവികളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിലോ ഈ ഭൂമിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? പക്ഷെ അവരൊക്കെ ഡീകമ്പോസിഷൻ നടക്കുന്നില്ലേ? അവരൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ലേ? ഇതാരാ ചെയ്യുക? ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. ഹെറ്ററോട്രോപിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ഓർക്കണം? ഇവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല, ഇവർ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് ഫുഡ് മേടിക്കുക, ഫുഡ് തട്ടിപ്പറിച്ചെടുക്കുക, അവരെടുക്കുന്ന ഫുഡ് വലിച്ചെടുക്കുക, അങ്ങനെയുള്ള കുറച്ച് കുരുട്ട് പരിപാടികളൊക്കെയാണ് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ നിന്നൊക്കെ ഇവർ ഫുഡ് എടുക്കും. സോ ദേ ആർ an important in decomposers. Many of them are helpful in making curd. മിൽക്കിൽ നിന്നും കേർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പാലിൽ നിന്നും തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ ബാക്ടീരിയസ്, ഒട്ടുമിക്ക ബാക്ടീരിയസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയാം. പാലിൽ നിന്നും തൈര് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? അതായത് മിൽക്കിൽ കാണപ്പെടുന്ന, കേർഡിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ്. നമ്മൾ ബാക്ടീരിയയുടെ റോഡ് ഷേപ്ഡ് ബാസിലസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലാക്ടോബാസിലസ് എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ? ലാക്ടോബാസിലസ് മിൽക്കിൽ നിന്നും കേർഡ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ഏതാണ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്? പയറ് വർഗ്ഗങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ലെഗ്യൂംസ് ആണ്. നമ്മുടെ എല്ലാതരം പയറുകളും ലെഗ്യൂംസ് ആണ്. ഇനി ഇപ്പം നമ്മുടെ തൊട്ടാവാടി ഇല്ലേ, ടച്ച് മീ നോട്ട്, അത് മൈമോസ പ്യൂഡിക്ക എന്ന് പറയുന്നത്, അതും ഒരു ലെഗ്യൂമിനസ് പ്ലാന്റ് അല്ല. അതിൻ്റെ റൂട്ടിലും നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നുണ്ട്. എല്ലാ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിലും നൈട്രജൻ ഫിക്സേഷൻ നടക്കും. ഇത് നമ്മൾ ആ
ആ ചെടി പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ബോൾസ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. സ്വെൽഡ് ആയിട്ടുള്ള ബോൾ പോലെ കാണുന്ന ഭാഗങ്ങൾ ലൈക്ക് ദിസ്. ഇത് അതിൻ്റെ ചെടീൻ്റെ മോൾ ഭാഗം, അതിൻ്റെ വേര്. ഈ വേരിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കുറേ ഉരുണ്ടിട്ട് ബോൾ പോലെ കാണാൻ പറ്റും, സ്വെൽഡ് ഏരിയ. ഇതിനെയാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ ലെഗ്യൂംസ് എന്ന് പറയും. ലെഗ്യൂംസിൻ്റെ അതിൻ്റെ ബോൾസ്. ഓക്കെ, നൈട്രജൻ ഫിക്സേഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ബോൾസ് ആണ് ഇത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നൈട്രജൻ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. ഏത് ബാക്ടീരിയ എന്നറിയോ ഈ നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്ന? റൈസോബിയം ഒരു ബാക്ടീരിയയാണ്. റൈസോബിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദീസ് ആർ ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയ. മിൽക്കിൽ നിന്നും കേട് ഉണ്ടാക്കുന്നു, ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നു, ഫിക്സിങ് നൈട്രജൻ ഇൻ ലെഗ്യൂംസ്. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ പാവമാണ്, ഇവർ നമുക്ക് നല്ലതേ ചെയ്യുന്നുള്ളൂ, നല്ലതേ ഉപകാരമേ ഉള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇവർ മറഞ്ഞിരിക്കുന്ന ദുഷ്ടന്മാരെ. ഇവർക്ക് ഇവരുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഡിസീസസ് ഉണ്ടാക്കും. ലൈക്ക് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് ക്യാങ്കർ, ഇങ്ങനെയുള്ള ഡിസീസസ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് ബാക്ടീരിയാസ് ആയിട്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? some are pathogens are those organisms that causing disease causing organismത്തിനെയാണ് നമ്മൾ പാത്തജൻ എന്ന് വിളിക്കുന്നത്. പാത്തജൻസ് കോസിങ് ഡാമേജ് ടു ഹ്യൂമൻ ബീങ്സ്. ഈവൻ നമുക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ക്രോപ്സ്, ഫാം ആനിമൽസ് ആൻഡ് പെറ്റ്. നമ്മളെ പെറ്റ്സിന്, നമ്മുടെ ഫാം ആനിമൽസിന്, ക്രോപ്സിന്, ഇതിനൊക്കെ ഡിസീസസ് കോസ് ചെയ്യുന്ന ചില പാത്തജൻസും ഇവർ ഈ കൂട്ടത്തിലുണ്ട്, ഹെറ്ററോട്രോപ്പിക് ബാക്ടീരിയയിൽ ഉണ്ട്. ആൻഡ് ഫൈനലി ഇതിൻ്റെ റീപ്രൊഡക്ഷൻ. എങ്ങനെയാണ് ബാക്ടീരിയൻ്റെ റീപ്രൊഡക്ഷൻ മെയിൻലി ബാക്ടീരിയ റീപ്രൊഡ്യൂസസ് ബൈ ഫിഷൻ വഴിയാണ് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ലുക്ക് അറ്റ് ദിസ്. ഇത് ഫിഷൻ അല്ലേ, ഇതൊരു ബാക്ടീരിയൽ ബോഡി ആയിരുന്നു. ഇത് മുറിഞ്ഞിട്ട് കണ്ടു, ഇതാണ് ഒരു ഫറോ ഫോർമേഷൻ ആണ് ഈ കാണുന്നത്. ഒരു ഫറോ പോലെ ഇവിടെ ബാക്ടീരിയ ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ഒരു ഫറോ ഫോർമേഷൻ നടന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ടായി 2 ബാക്ടീരിയ ആയി. ഇതാണ് ഫിഷൻ. ബൈനറി ഫിഷൻ എന്ന് നമ്മൾ പറയും. ബൈനറി ഫിഷൻ. ഒരു ബാക്ടീരിയ 2 ആവുന്നതിന് ബൈനറി, 2. മൾട്ടിപ്പിൾ ഫിഷനും ഉണ്ട്. ഒന്നിലധികം ബാക്ടീരിയ ആവുന്നത്. ഒരു ബാക്ടീരിയ ഒന്നിലധികം ബാക്ടീരിയ ആവുന്നത് മൾട്ടിപ്പിൾ ഫിഷൻ. ഇതാണ് ഫിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാം. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദേ പ്രൊഡ്യൂസ് സ്പോർ എന്ന് പറയുന്നത് ചില ഫ്രൂട്ടിംഗ് ബോഡീസിൽ ഇങ്ങനെ സ്പോർസ് ആയിട്ടുണ്ടാവും ഈ ബാക്ടീരിയേൻ്റെ പുറത്ത്. ഈ സ്പോർ റിലീസ് ചെയ്തിട്ട് ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബാക്ടീരിയാസ് ഉണ്ടാവും. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ഓഫ് ദ പോയിന്റ്. ഓക്കെ, ദേ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ എ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ അഡോപ്റ്റിംഗ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. പഴയ കാലത്ത് ഒരു ടെക്നിക്ക്, അതായത് പ്രിമിറ്റീവ് ടെക്നിക്കാണ്, അഡ്വാൻസ്ഡ് അല്ല. ബാക്ടീരിയയിൽ ഇവരെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയോ? DNA ട്രാൻസ്ഫർ. ഒരു ബാക്ടീരിയയിൽ നിന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വേറെ ബ്ലാങ്ക് സ്ലൈഡ് ഉണ്ടോ? ഇല്ല. ഇവിടെ നോക്കുക. ഇതൊരു ബാക്ടീരിയ. ഓക്കെ, ഇതൊരു ബാക്ടീരിയ. ഈ ബാക്ടീരിയയുടെ ഒരു സൈഡിൽ നിന്നും ഓപ്പൺ ആക്കിയിട്ട് പോയി. ഈ ബാക്ടീരിയയുടെ എന്നാലും കുഴപ്പമില്ല. ഒരു സൈഡിൽ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇവിടുന്ന് ഇതിൻ്റെ DNA ഇതിലെങ്ങനെ പോയി ഈ ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കയറും. ഈ ബാക്ടീരിയ ഇതിനെ വാങ്ങാൻ നിൽക്കും. ഇതിനെയാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയാം. കോൺജുഗേഷൻ ഇതൊരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. DNA ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഓക്കെ, ദേ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ ട്രാൻസ്ഫർ ഓഫ് എ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കാറ്റഗറിയിൽ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, എ ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ അഡോപ്റ്റിംഗ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. So that's all about reproduction of the bacteria under Eubacterium. എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ ആൻഡ് ഓൾസോ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ദേ പ്രൊഡ്യൂസ് സ്പോർ ആൻഡ് ദേ റീപ്രൊഡ്യൂസ് ബൈ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. അങ്ങനെയും റീപ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി വാട്ട് ഈസ് മൈക്കോപ്ലാസ്മ നമ്മൾ എടുത്തു പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. മൈക്കോപ്ലാസ്മ നമുക്ക് ചെറിയ മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ കാണാൻ പറ്റും. മൈക്കോപ്ലാസ്മ ഇസ് ഓൾസോ known as PPLO. What is PPLO? Pleuropneumonia like organism.
pneumonia like organism. PPLO, pleuropneumonia like organism. It is considered as the smallest living cell. ഏറ്റവും ചെറിയ ലിവിങ് സെല്ല് എന്ന് പറയുന്നത് ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്. നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ച് സ്മോളസ്റ്റ് ലിവിങ് സെൽ ആരാണ്? PPLO ഓർ മൈക്കോപ്ലാസ്മ. ഓർഗാനിസം ദാറ്റ് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. സെൽ വോൾ ഇല്ല, മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല. നമ്മൾ യു ബാക്ടീരിയയ്ക്ക് റിജിഡ് സെൽ വോൾ എന്ന് പഠിച്ചു, പക്ഷേ യു ബാക്ടീരിയ അണ്ടറിൽ വരുന്ന നമ്മൾ ഈ മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വോൾ ഇല്ല. എക്സെപ്ഷണൽ കേസ് ഞാൻ പറഞ്ഞു, ബയോളജിയിൽ എപ്പോഴും എക്സെപ്ഷണൽ കേസസ് വരാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോൺ എവർ നോൺ. ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. അവർക്ക് ഓക്സിജൻ ഇല്ലാതെ, ദേ ആർ അനൈറോബിക്, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. മെനി മൈക്കോപ്ലാസ്മ ആർ പാത്തോജനിക് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഒത്തിരി മൈക്കോപ്ലാസ്മാസ് പാത്തോജനിക് ആണ്. ഇവർ കുട്ടിയാണ്, ഏറ്റവും ചെറുതാണ്, സെൽവോൾ ഇല്ല, സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ഡിസീസ് ഉണ്ടാക്കാം. എവിടെ? ആനിമൽസിലും ഉണ്ടാക്കാം, പ്ലാന്റ്സിലും ഉണ്ടാക്കാം. ലൈക്ക് വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഒക്കെ. വാക്കിംഗ് ന്യൂമോണിയ, ഈ ഡിസീസൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് നമ്മൾ ഈ മൈക്കോപ്ലാസ്മ. പുള്ളി ചെറുതാണെങ്കിലും ആൾ ചില്ലറക്കാരനല്ല. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? നമ്മുടെ കിങ്ഡം മുനീറ കഴിഞ്ഞു അല്ലേ? കിങ്ഡം മുനീറ നമ്മൾ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കി ബാക്ടീരിയ പഠിച്ചു, യു ബാക്ടീരിയ കഴിഞ്ഞു. സോ കിങ്ഡം മുനീറ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. ഇനി അടുത്തതായിട്ട് ഏത് കിങ്ഡം നമുക്ക് പഠിക്കാനുള്ളത്? കിങ്ഡം പ്രോട്ടിസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കുന്നതായിരിക്കും. സോ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക, ഓരോന്നും പഠിച്ച് പോവുക അവസാനത്തേക്ക്. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ സെറ്റായിരിക്കും. എപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരെയും പിന്നെയും കാണാം. ബൈ.